ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ സാധനം വണ്ടിയിൽ നിന്ന് വീണു, അതാണ് സംഭവിച്ചത്. ഇന്നലെ വാഴത്തോട്ടത്തിൽ വന്ന് കൊല വെട്ടിക്കൊണ്ടുപോയ സംഭവം തൊട്ടൊന്ന് പറയാം. ഇത് ഇന്നലെ രാവിലെ പറഞ്ഞാണ് എം പി രാജേഷ് ഇവിടെ സ്വീകരണം ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങൾ, LDFൻ്റെ പ്രവർത്തകരാണ്, CPMൻ്റെ മെമ്പറാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഇന്നലെ ഇറങ്ങിയത്. ഞാൻ സ്ഥിരം കൊടുക്കുന്ന ഒരു കടയുണ്ട്, അവിടെ കൊടുക്കൽ സാധനം. അപ്പോൾ വെട്ടാനൊക്കെ 2-3-4 കൊല ഉണ്ട്, അതിന് സമയം കിട്ടിയില്ല. അപ്പോഴത്തേനാണ് ഒരു 5-5:30 ആകുമ്പോഴത്തേനും പുള്ളി രാജേഷേട്ട അതുകൊണ്ട് സ്വീകരണ കേന്ദ്രത്തിലെത്തും എന്നറിയിച്ചപ്പോൾ പിന്നെ ഞാനൊരു 5:15 ആകുമ്പോഴത്തേനൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ സാധനം അവിടെ കൊണ്ടുപോയി കൊടുത്ത് നേരെ ചോലപ്പാടത്തേക്ക് പോയി. അപ്പോൾ അവിടുത്തെ ബൂത്ത് സെക്രട്ടറി എന്നോട് പറഞ്ഞു, നീ മുദ്രാവാക്യം വിളിക്കണം പുള്ളി ഇവിടെ വന്നിറങ്ങുമ്പോൾ, അപ്പോൾ നീ ഇവിടെ ഉണ്ടാവണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2-3 അകമ്പടി വാഹനം കൊടുത്തിട്ടുണ്ട്, ബൈക്ക്. അപ്പോൾ മണ്ടഴിയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ട് കൊണ്ടുവരാം, അവിടെ ഒപ്പം വരികയും ചെയ്യുന്നുണ്ട്, ഇവിടെ ഇറങ്ങി വയ്ക്കും മുദ്രാവാക്യം വിളിക്കാറുണ്ട്. അപ്പം എന്നാൽ പൊയ്ക്കോ പറഞ്ഞു പുള്ളി. അങ്ങനെ അവിടുന്ന് പോയപ്പോഴത്തേനും പുലാപ്പറ്റ എന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും വണ്ടികൾ വന്നു, അവൻ്റെ നല്ല വലിയ അകമ്പടിയോടുള്ള വണ്ടികളാണ് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്ത സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കയറ്റിയിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെ അപ്പോൾ സാക്കിൾ വിട്ട് ഒന്ന് ഒഴിവാക്കി തരുകയും ചെയ്തു. അങ്ങനെ ഉമ്മനഴി പ്രദേശത്ത് എത്തിയപ്പോഴാണ് വണ്ടി ഒന്ന് ഫ്രണ്ടിലെന്തോ കയറി ഒന്ന് ബ്രേക്ക് പിടിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ വണ്ടി ഒന്ന് മറിഞ്ഞപ്പോൾ ഈ സാധനം വണ്ടി വീണത്. ഞാനിവിടെ സ്ഥിരമായിട്ട് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഈ വാഴോട്ടാനും ഈ പുല്ലും ചപ്പൊക്കെ റെഡിയാക്കിയിട്ട് ഇത് കൂടെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ തന്നെ ചെയ്യലാണ്. അപ്പോൾ അതാണ് ഉണ്ടായത്. അങ്ങനെ അവിടെ നിന്ന് വീണു. ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. RSSും കോൺഗ്രസും വലിയൊരു വിഷയമാക്കി എടുത്തു. ആശയദാരിദ്ര്യം ബാധിച്ച ആൾക്കാരാണല്ലോ, വേറൊന്നും പറഞ്ഞ് വോട്ട് പിടിക്കാൻ അവർക്കില്ല. എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങളും ആക്ഷേപണങ്ങളും കൊണ്ടുവന്ന് ചെയ്യാനാണ് അവർക്ക്, അതവർക്ക് കഴിയുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സർക്കാരിൻ്റെ വീഴ്ചകളോ മറ്റോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് വോട്ട് പിടിക്കാനില്ലല്ലോ.